വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ജോസഫ് മാഷ്. തൊടുപുഴ ന്യൂമാൻസ് കോളേജ്, അത് ക്രിസ്ത്യൻ സഭ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിലെ പ്രൊഫസറായിരുന്ന ജോസഫ് സാർ. അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ ഇസ്ലാമിക ജിഹാദികൾ, കേരളത്തിലെ കൊടും ഭീകര മുസ്ലിം വർഗം വെട്ടിയതോടുകൂടി തന്നെയാണ് സത്യത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു സുഡാപ്പി എഴുതിയ ഒരു കഥ. ആ കഥയിലെ ചില ഭാഗങ്ങളിലെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കി. ആ ചോദ്യപേപ്പർ വായിച്ച അദ്ദേഹത്തിന്റെ തന്നെ വളരെ സ്നേഹസമ്പന്നയായിട്ടുള്ള, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടി, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിനി, ആ കുട്ടി അത് വീട്ടിൽ പോയി പറഞ്ഞുകൊണ്ട്, ഇതാ നമ്മുടെ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു പേര് വന്നിരിക്കുന്നു, ഇത് നമ്മുടെ പ്രവാചകനെ അപമാനിക്കലാണെന്നും പറഞ്ഞ് പരത്തിക്കൊണ്ട് ഇസ്ലാമിക കൊടും ഭീകര വർഗത്തിന് തന്റെ ഗുരുവിനെ വെട്ടിക്കൂട്ടി അരിയാൻ വേണ്ടി, കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ വേണ്ടി കൊടും ഭീകര വർഗത്തിന് ഇട്ടുകൊടുത്ത ആ ശിഷ്യ, അവളെയൊക്കെ പറയുമ്പോൾ ഏത് ഭാഷയിലാണ് പറയേണ്ടത് എന്ന് മാന്യ പ്രേക്ഷകർക്ക് അറിയാം. പക്ഷെ ഞാൻ തൽക്കാലം ഇങ്ങനെ എന്റെ ഭാഷയിലൊക്കെ ഒരു ശുദ്ധി വരുത്തുകയാണ്. മാന്യ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകടനം കൊണ്ടും എന്റെ ഗുരുവര്യന്മാരായിട്ടുള്ള കാരണവന്മാരായിട്ടുള്ള അവരുടെയൊക്കെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടും എന്ന് പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ ഒരു ഗുരുവിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കൊടും പാതകം ചെയ്ത ആ ദുഷ്ടയായ വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി ചെയ്ത കൊടും പാതകം കൊണ്ട് വെറും മുഹമ്മദ് എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടുത്തിയത് കൊണ്ട് കൂടി ജീവിതം നഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ തന്നെയാണ് ജോസഫ് മാഷ്. ജോസഫ് മാഷ് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അധ്യായത്തിൽ അദ്ദേഹം 34ാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ക്രിസ്ത്യൻ സഭ എത്രത്തോളമാണ് ഈ ഇസ്ലാമിക കൊടും ഭീകരവർഗത്തെ ഭയന്നുകൊണ്ട് ആ മനുഷ്യനെ ഒറ്റുകൊടുത്തത്, ആ മനുഷ്യനെ തല്ലി തകർത്തത്. ഒരു പക്ഷേ ജോസഫ് മാഷിന്റെ ചിന്തകൾക്ക് അനുസരിച്ച് പറയുകയാണെങ്കിൽ സലോമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലയ്ക്ക് കൊടുത്തത്, കൊന്നത് ഈ ക്രിസ്ത്യൻ സഭ തന്നെയാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഓർമ്മക്കുറിപ്പിലെ ആ ഭാഗം, 34ാമത്തെ അധ്യായം, അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിലെ ഭാഗം, അതിവിടെ വായിക്കുകയാണ്. അത് മാന്യ പ്രേക്ഷകർ ഹൃദയം കൊണ്ട് കേൾക്കേണ്ടതാണ്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം എന്താണ് ഇസ്ലാമിക ഭീകരന്മാരുടെ യഥാർത്ഥ മുഖം എന്ന് അറിയേണ്ടവർക്ക് ഈ ഭാഗം മാത്രം വായിച്ചാൽ മതി. എത്രത്തോളമാണ് ക്രിസ്ത്യൻ സഭ ഈ ജോസഫ് മാഷോട് ക്രൂരത ചെയ്തതെന്നും ഈ ഇസ്ലാമിക ഭീകരന്മാരെ വളർത്താൻ വേണ്ടി ഇവരുടെ ഭയം പ്രകടിപ്പിച്ചതെന്നും അറിയേണ്ടതുണ്ട്. അത് ഇങ്ങനെയാണ് വരുന്നത്. ജോലിയിൽ തിരിച്ചെടുക്കില്ലെന്ന് ഉറപ്പായതോടുകൂടെ തകർന്നു വീണത് ഞാനും സലോമിയും 2-3 മാസക്കാലമായി പടുത്തുയർത്തിയ മനക്കോട്ടകളാണ്. അതായത് അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടാൻ വേണ്ടി ഇസ്ലാമിക ഭീകരന്മാർ തുനിഞ്ഞിറങ്ങുകയും അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഭീകരന്മാർ ഇറങ്ങുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് സഭ ചെയ്തത്. പിരിച്ചുവിട്ടതിനെതിരെ അദ്ദേഹം ഒരുപാട് പടവെട്ടി. ആ പടവെട്ടിയതിനു ശേഷം അവസാനം അദ്ദേഹത്തോട് ചെയ്ത അവരുടെ ഏറ്റവും വലിയ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു സഭ ആ അധ്യാപകനെ തിരിച്ചെടുക്കും എന്നുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത്. ജോലിയിൽ തിരികെ പ്രവേശിച്ചാൽ കിട്ടുമായിരുന്നത് മാസം തോറുമുള്ള ശമ്പളമായിരുന്നില്ല. മാനേജർ പറഞ്ഞിരുന്നത് പോലെ മാർച്ച് അവസാനം എന്നെ തിരിച്ചെടുത്താൽ ആ മാസം തന്നെ 31-ന് റിട്ടയർ ചെയ്യും. അപ്പോൾ ലഭ്യമാകുന്നത് പിരിച്ചുവിട്ടപ്പോൾ മുതലുള്ള ശമ്പള കുടിശ്ശികയും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അപ്പാടെയുമാണ്. എല്ലാം കൂടിയാവുമ്പോൾ നല്ലൊരു തുക വരും. പണയപ്പെടുത്തിയ ആഭരണങ്ങൾ തിരിച്ചെടുക്കണം. മക്കൾ 2ആളുടെയും വിദ്യാഭ്യാസ വായ്പ മുഴുവനായി അടച്ചു തീർക്കണം. കേടായിരുന്ന വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് മുതലായവ മാറ്റി പുതിയത് വാങ്ങണം. വീട് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുക മാത്രമല്ല 2 കിടപ്പുമുറികൾ കൂടി ഉൾപ്പെടുത്തി മുകൾ നില പണിയണം. ആമിയുടെ കല്യാണം നടത്തണം. ഇങ്ങനെയൊക്കെയാണ് കിട്ടാൻ പോകുന്ന പണം വക കൊള്ളിച്ചിരുന്നത്. 4 വർഷക്കാലം വാടി നിന്നിട്ട് വീണ്ടും തളിരണിഞ്ഞ ആശ്വാസ സങ്കല്പങ്ങളെ ഇടുത്തി എന്ന വണ്ണമാണ് കോളേജ് മാനേജ്മെന്റ് വഞ്ചന കരിച്ചു കളഞ്ഞത്. ഇത്രയും കാലം അചഞ്ചലമായി നിന്ന സലോമിക്ക് അതുകൂടി താങ്ങാൻ കെൽപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് സലോമി. ഈ സലോമി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എങ്ങനെയെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നത്. സലോമിയും അമ്മയും ഞാനും മാത്രമേ അക്കാലത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സലോമിയിൽ ആദ്യം ഉണ്ടാകുന്ന മാറ്റം. അത് നിസാര കാര്യങ്ങൾക്കുമാണ്. പല്ല് തേക്കുമ്പോൾ ഓക്കാനിക്കുന്നതിന്, ഉറക്കെ തുമ്മുന്നതിന്, ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതിനൊക്കെ അവൾ എന്നെ ആക്ഷേപിച്ചു തുടങ്ങി. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ അല്പം ശബ്ദം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ മറുപടി പറഞ്ഞെങ്കിലും അവളുടെ മനോവ്യാപാരങ്ങൾക്ക് അല്പം പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. ആമിയുടെ വിവാഹ കാര്യത്തിലാണ് അവൾ
അവൾക്ക് ഏറെ ഉത്കണ്ഠ എന്ന് മനസ്സിലാക്കിയ ഞാൻ പ്രൊവിഡന്റ് ഫണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് അതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പിരിച്ചുവിട്ട കാലത്ത് തന്നെ PF ക്ലോസ് ചെയ്യാമായിരുന്നതാണ്. എന്നാൽ അത് പിരിച്ചുവിടൽ നടപടിയെ ഞാൻ അംഗീകരിക്കുന്നതിന് തുല്യമാവും എന്നൊരു അനാവശ്യ ചിന്ത കൊണ്ടും ഒരു സമ്പാദ്യമായി കിടക്കട്ടെ എന്ന കരുതൽ കൊണ്ടും വാങ്ങാതിരുന്നതാണ്. 2014 മാർച്ചിൽ റിട്ടയർ ചെയ്യുന്നവരോടൊപ്പം 2013 ആഗസ്റ്റ് മാസത്തിൽ PF ക്ലോസ് ചെയ്യാനുള്ള അപേക്ഷ ഞാനും കൊടുത്തിരുന്നതാണ്. മറ്റ് അധ്യാപകരുടെ പണമൊക്കെ പ്രിൻസിപ്പൽ വാങ്ങിക്കൊടുത്തെങ്കിലും എന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പണത്തിന് വളരെ ആവശ്യമുള്ളത് കൊണ്ട് എന്റെ PF ക്ലോസ് ചെയ്ത് പണം ലഭിക്കാനുള്ള സത്വര നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പാളിനോട് വീണ്ടും ആവശ്യപ്പെടുകയും അക്കാര്യത്തിൽ പ്രിൻസിപ്പാലിന് പ്രത്യേകം നിർദ്ദേശം കൊടുക്കണമെന്ന് ഇതിനോടകം മാനേജരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സലോമിയുടെ കുറ്റപ്പെടുത്തൽ മനോഭാവം മാറി. പകരം കുറ്റബോധമായി ഇത്രയും പീഡകളൊക്കെ അനുഭവിച്ച എന്നോട് വേണ്ടാത്തതിനൊക്കെ വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗത്തിൽ ഞാൻ സലോമിയെ കൊണ്ടുപോയി. പണ്ട് മേലങ്കോളിയ എന്ന് പറയപ്പെട്ടിരുന്നതും ഇക്കാലത്ത് ഡിപ്രഷൻ എന്ന് അറിയപ്പെടുന്നതുമായ വിഷാദ രോഗമാണ് അവൾക്കെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്തരം രോഗങ്ങൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുമെന്നും ആയതിനാൽ വേണ്ടത്ര ശ്രദ്ധയുണ്ടാകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്നും മരുന്ന് മറ്റാരെങ്കിലും കൈവശം വെച്ച് വേണ്ട സമയത്ത് കൊടുക്കണമെന്നും പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന ചില കീടനാശിനികളൊക്കെ തപ്പിയെടുത്ത് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. വാട്ടാനുള്ള കപ്പ അരിയുന്ന ചില മൂർച്ചയുള്ള കത്തികൾ കൈയെത്താത്ത ഇടങ്ങളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചു. മരുന്ന് മറ്റൊരു മുറിയിലെ മേശവലിപ്പിൽ പൂട്ടിവെച്ച് ഞാൻ തന്നെ കൃത്യസമയത്ത് കൊടുത്തുകൊണ്ടിരുന്നു. കഴിക്കുന്ന മരുന്നിന്റെ ശക്തി കൊണ്ടാവാം രാവിലെ എണീക്കാനോ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനോ അവൾക്ക് വയ്യായിരുന്നു. രാവിലെ ഞാൻ മുറ്റമടിക്കുമ്പോൾ ഇടയ്ക്കിടെ വന്ന് എണീക്കാതെ കിടക്കുന്ന അവളെ ജനലിലൂടെ നോക്കും. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എണീപ്പിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവന്നിരുത്തും. പറഞ്ഞറിയിക്കാനാവാത്ത അസ്വസ്ഥതകളാണ് ചിലപ്പോൾ ഉണ്ടാകുന്നതെന്നും അപ്പോൾ മരിക്കാനുള്ള കടുത്ത തോന്നൽ ഉണ്ടാകുമെന്നും ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു. ഭയപ്പാടോടെ അവളെ അണച്ചു പിടിച്ചിട്ട് അത്തരം സന്ദർഭങ്ങളിൽ വേദോപദേശ ക്ലാസ്സുകളിൽ പഠിച്ച സുഹൃത ജപങ്ങൾ ഉരുക്കഴിക്കാൻ ഞാൻ ഉപദേശിച്ചു. ചിലതൊക്കെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. നോക്കൂ, അദ്ദേഹത്തിന്റെ ഈ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സ് നമ്മുടേത് തന്നെ വിങ്ങുകയാണ്. അപ്പൊ അദ്ദേഹം അനുഭവിച്ച അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൂടുതൽ കാര്യക്ഷമമായി അവളെ ശ്രദ്ധിക്കുന്നതിനും പരിചരിക്കുന്നതിനുമായി ഹൈറേഞ്ചിലുള്ള മേരി ചേച്ചിയെ ഞാൻ വിളിച്ചു. ചേച്ചി വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ചു. സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയുള്ള കോച്ചിങ്ങിന് പോയിരുന്ന മിഥുൻ 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അമ്മയെ നന്നായി നോക്കിക്കൊള്ളണമെന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ മേരി ചേച്ചിയെ ഓർമ്മിപ്പിച്ചിരുന്നു. 2014 മാർച്ച് 14 എന്റെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കാര്യം അന്വേഷിക്കാൻ ന്യൂമാൻസ് കോളേജിൽ ഞാൻ വീണ്ടും ചെന്നു. എന്നാൽ അതിനുള്ള നടപടികളൊന്നും കോളേജിൽ നിന്ന് സ്വീകരിച്ചിരുന്നില്ല. അതിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് സലോമി എന്നോട് ചോദിച്ചു. അവർ പറഞ്ഞ തടസ്സവാദങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. തുടർന്ന് PF ക്ലോസ് ചെയ്ത് തരാനുള്ള എന്റെ അപേക്ഷയിന്മേൽ ഒരു ഓർമ്മപ്പെടുത്തൽ കത്ത് രജിസ്റ്റേർഡ് ആയി പ്രിൻസിപ്പളിന് അയക്കുകയും ചെയ്തു. വേനൽക്കാലമായിരുന്നു അത്. 3-4 മാസമായി മഴ പെയ്തിട്ടേ ഇല്ല. വേനൽ ചൂട് അതികഠിനമായി തുടർന്നു. മാർച്ച് 19 സെന്റ് ജോസഫ് തിരുനാൾ ദിനമാണ്. എന്റെ പേരിന് കാരണമായ പുണ്യവാന്റെ തിരുനാളായതിനാൽ എന്റെ ഫീസ്റ്റ് ആണ്. അയൽക്കാരനായ MC ജോസഫ് സാർ പള്ളിയിൽ നിന്നും കിട്ടിയ നേർച്ച പായസം കൊണ്ടുവന്നു തന്നു. സലോമിക്ക് ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു അന്ന്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പതിവായി കാണുന്ന ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഉണ്ടെന്ന് പറഞ്ഞതിനാൽ അപ്പോയിന്റ്മെന്റ് എടുത്തു. സലോമി അന്ന് പതിവിലധികം ക്ഷീണിതയായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവളെയും കൂട്ടി ഞാനും മേരി ചേച്ചിയും ഹോസ്പിറ്റലിൽ പോയി. സലോമിയോടൊപ്പം ഡോക്ടറെ കണ്ടത് മേരി ചേച്ചിയാണ്. ഞാനും എനിക്ക് ഗാർഡായി വന്ന പോലീസുകാരനും വെയിറ്റിംഗ് റൂമിലിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റൽ വളപ്പിനുള്ള ടീ സ്റ്റാളിൽ ചായ കുടിക്കാൻ പോയി. അവിടെ വിൽപ്പനക്കിട്ടിരുന്ന ഒരു ആരോഗ്യ മാസികയും ഞാൻ വാങ്ങി. വിഷാദ രോഗം സ്ത്രീകളിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ പതിപ്പായിരുന്നു അത്. വാങ്ങിയപ്പോൾ മുതൽ ആ മാസിക കൈവശം വെച്ച് വായിച്ചു കൊണ്ടിരുന്നത് എന്റെ പോലീസുകാരനാണ്. 2 മണിയോടെ വീട്ടിലെത്തിയ ഞങ്ങൾ ഊണിനിരുന്നു. പരീക്ഷീണയായി കാണപ്പെട്ട സലോമി ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അല്പം കഴിച്ചത്. ഭക്ഷണത്തിന് ശേഷം അവൾ കിടന്നു. അവളുടെ ഹാൻഡ് ബാഗിലായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഗുളികകൾ. ബാഗിൽ സൂക്ഷിച്ചിരുന്ന വെള്ളക്കുപ്പിയുടെ അടപ്പ് തുറന്ന് ഗുളികകൾ ഇട്ടിരുന്ന പേപ്പർ നനഞ്ഞിരുന്നു. ഞാൻ അതെല്ലാം എടുത്ത് മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ഉണങ്ങാനായി നിരത്തി വെച്ചു.
പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വന്ന മേരി ചേച്ചി ഡോക്ടർ പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു. പെട്ടെന്നൊന്നും രോഗം മാറില്ല, കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരും. തനിക്കും ഒരു വീടുള്ളതിനായി അതുവരെ ഇവിടെ തങ്ങാനാവില്ലെന്ന് ചേച്ചി പറഞ്ഞു. പോകണമെന്നുള്ളപ്പോൾ ചേച്ചിക്ക് പോകാമെന്നും പകരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിക്കൊള്ളാമെന്നും ഞാൻ ചേച്ചിയോട് പറഞ്ഞു. പിന്നീട് അല്പമൊന്ന് കിടക്കാനായി ഞാനും സലോമി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. സലോമിയെ കട്ടിൽ കാണാനില്ല. ഞാൻ ബാത്റൂമിലേക്ക് നോക്കി. വാതിൽ കാൽഭാഗം തുറന്നു കിടക്കുകയാണ്. അതിനാൽ ബാത്റൂമിൽ പോയതല്ലെന്ന് വിചാരിച്ച് മറ്റു മുറികളിൽ പോയി നോക്കി. എവിടെയും കാണാഞ്ഞ് പരിഭ്രാന്തിയോടെ ബാത്റൂമിന്റെ അടുത്ത് വീണ്ടും ചെന്ന് കതക് മുഴുവനും തുറന്നു നോക്കി. ബാത്റൂമിന്റെ ഭിത്തിയിലുള്ള ടവൽ റാഡിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തിന്റെ ഒരറ്റം കെട്ടിയിട്ട് മറ്റേ അറ്റം കഴുത്തിലും ബന്ധിച്ച് ഭിത്തിയോട് ചാരി സലോമി നിൽക്കുകയാണ്. കാലിന്റെ മുട്ട് രണ്ടും മടങ്ങിപ്പോയതിനാൽ കഴുത്തിലെ കുരുക്ക് മുറുകിപ്പോയി. കണ്ട നിമിഷം ആർത്തനായി മേരിച്ചാച്ചിയെ വിളിക്കുകയും ഒപ്പം കക്ഷത്തിലൂടെ കൈകളിട്ട് സലോമിയെ ഞാൻ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. എന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മേരി ചേച്ചി ഒരു കത്തി കൊണ്ടുവന്ന് തോർത്ത് മുറിച്ച് കഴുത്തിലെ കുരുക്കും അഴിച്ചെടുത്തു. സലോമിക്ക് അപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. തറയിൽ കിടത്തിയ അവളുടെ വായിലേക്ക് ഞാൻ ജീവവായു ഊതിക്കയറ്റി. ഇരു കൈകളും ചേർത്ത് പിടിച്ച് നെഞ്ച് അമർത്തി കൊടുത്തു. ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മേരി ചേച്ചി വിളിച്ചു കൊണ്ടുവന്നു. അവരും നെഞ്ചിൽ അമർത്തി ശ്വാസഗതി നേരെയാക്കാൻ ശ്രമിച്ചു. ഇടയ്ക്കൊന്ന് ശ്വാസം എടുത്ത പോലെ തോന്നി. ഉടൻ തന്നെ അവർ സലോമിയെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അവരിൽ ഒരാൾ എന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് മറ്റു രണ്ടുപേർ അവളെ വണ്ടിയിൽ കയറ്റി കാർ മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. എന്റെ മടിയിൽ തലവെച്ചിരുന്ന അവളുടെ നെഞ്ചിൽ ഒരു കയ്യാൽ ഞാൻ അമർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാനും ഇപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ടെന്നും മുൻസീറ്റിൽ ഇരുന്ന പോലീസുകാരൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു. കാറിൽ നിന്നും പുറത്തിറങ്ങി സ്ട്രെച്ചറിൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി ജീവനക്കാരെ പോലീസുകാരും സഹായിച്ചു. സലോമിയെ പരിശോധിച്ച് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ തിടുക്കത്തിലൊന്നും ചെയ്യുന്നതായി കാണാഞ്ഞ് ഞാൻ അലറി പറഞ്ഞു, കൃത്രിമ ശ്വാസം കൊടുക്കാനുള്ള ഏർപ്പാട് വേഗത്തിൽ ചെയ്യേ. ഡോക്ടർ നിർവകാരനായി പറഞ്ഞു, മരിച്ച ആൾക്ക് അങ്ങനെ ശ്വാസം കൊടുത്തിട്ട് കാര്യമില്ല. എനിക്ക് ഭാരം ഇല്ലാതാകുന്നത് പോലെ തോന്നി. ആരോ പിടിച്ച് എന്നെ ഒരു കസേരയിൽ ഇരുത്തി. അല്പം കഴിഞ്ഞ് മറ്റൊരു ഡോക്ടർ വന്ന് എന്റെ കരം ഗ്രഹിച്ചു. അദ്ദേഹം അവിടുത്തെ ഡോക്ടറാണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല. എന്നെ അറിയുന്ന ആരോ ആണെന്ന് കരുതിയുള്ളൂ. അത്യന്തികമായ ദീനതയോടെ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ മരിച്ചുപോയി. അത് പറയുമ്പോൾ എന്താണാവോ ഞാൻ പ്രതീക്ഷിച്ചത്? കാരുണ്യമോ സഹതാപമോ? പിന്നീട് ആരും എന്റെ അടുത്തേക്ക് വന്നില്ല. അപ്പാടെ തോൽപ്പിക്കപ്പെട്ടവനായി ഞാൻ അവിടെ ഇരുന്നു. പിന്നീട് അപ്പോഴോ ഒരു നേഴ്സ് എന്റെ അരികിൽ വന്ന് ഒരു കടലാസ് പൊതി എന്നെ ഏൽപ്പിച്ചു. സലോമിയുടെ ശരീരത്തിൽ നിന്നും ഊരിയെടുത്ത താലിമാല, കമ്മൽ, കല്യാണ മോതിരം, മിഞ്ചി എന്നിവയായിരുന്നു അതിനുള്ളിൽ. സന്ധ്യയോടെ സുഹൃത്തുക്കൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വാനം ഇരുണ്ട് മഴ പെയ്തു. രാത്രിയോടെ തിരുവനന്തപുരത്തിരുന്ന് മിഥുൻ എത്തി. എനിക്ക് ചില വിമ്മിട്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മിഥുൻ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലൂടെ അവർ എന്നെ മയക്കി കിടത്തി. രാവിലെയാണ് വീട്ടിലേക്ക് പോകുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് സിസ്റ്റർ മേരി ഇങ്ങനെ അദ്ദേഹം വിവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഓർമ്മക്കുറിപ്പിലെ ആത്മ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള 34-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുള്ള പേജാണ് നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. സത്യത്തിൽ ഇത് വായിക്കുമ്പോൾ തന്നെ എന്റെ തൊണ്ട ഇടർന്നുണ്ട്, ഇല്ല എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഒരു മനുഷ്യൻ അനുഭവിച്ച വളരെ തീക്ഷ്ണമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അനുഭവം അത് നമ്മൾ വായിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവസുറ്റ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ജീവിതമാണ് അവിടെ അദ്ദേഹം വരച്ചു കാണിച്ചത്. ഇതിനെല്ലാം കാരണക്കാരായിരുന്നു ഇസ്ലാമിക കൊടും ഭീകര വർഗം. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭ, അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ന്യൂമാൻസ് കോളേജ് നടത്തിയിരുന്ന ക്രിസ്ത്യൻ സഭയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തന്നെ സഭയായിട്ടുള്ള ആ സഭ ചെയ്ത ശുദ്ധ ദുഷ്ടതരം, കൊടും ക്രൂരത, ഇസ്ലാമിക ഭീകരരോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ആ ക്രൂരത. അന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടാതിരുന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടു സഭകളെല്ലാവരും ഇസ്ലാമിക കൊടും ഭീകരവാദത്തിനെതിരെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ അന്ന് 2014 ജോസഫ് മാഷ് അനുഭവിച്ച ആ സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി ഇന്നുണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനെ പോലീസുകാർ, അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ആഭ്യന്തരമന്ത്രി, ആ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള മർദ്ദനം കൊടുക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യും കാലും ഇസ്ലാമിക ഭീകരന്മാർ വെട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ഭാഗത്തു നിന്നും പിന്തുണയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം കൊടും ഭീകരന്മാർ ആർത്തട്ടഹസിച്ച് വന്നുകൊണ്ട്, നമ്മൾക്കറിയാം ആലപ്പുഴയിലെ രഞ്ജി ശ്രീനിവാസൻജിയെ കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വീട് ചവിട്ടി തുറന്ന് 12ഓളം വരുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാർ വലിയ ചുറ്റിക, അതല്ലെങ്കിൽ കൂടം എന്ന് പറയും ചിലരൊക്കെ, ഈ കൂടം ഉപയോഗിച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് തല തല്ലി തകർത്തുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്കോ അമ്മയ്ക്കോ മക്കൾക്കോ പോലും ആ മനുഷ്യന്റെ മുഖം തിരിച്ചറിയാനാവാത്ത രീതിയിൽ വളരെ ബീഭത്സമായ രീതിയിൽ തല്ലി തകർത്തു. ആ ചിത്രം കണ്ടവനാണ്, ആ രംഗം കണ്ടവനാണ് ഞാൻ. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. ആ ഫോട്ടോ നമ്മൾക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ബീഭത്സമായിരുന്നു ഇസ്ലാമിക ഭീകരന്മാർ ഈ രഞ്ജി ശ്രീനിവാസൻജി എന്ന് പറയുന്ന BJP RSS പ്രവർത്തകനോട് ചെയ്തത്. അതേപോലെ തന്നെ ഭീഭത്സമായ രീതിയിൽ ജോസഫ് മാഷിന്റെ കയ്യും കാലും എതിർദിശയിൽ വെട്ടുക. ഈ എതിർദിശയിൽ എന്ന് പറയുന്നത് ഇവർ വിശുദ്ധ കിതാബ് എന്ന് പറയുന്ന ഇവരുടെ ആ മദ്രസ കിതാബിലുള്ളതാണ്. ആ മദ്രസ കിതാബിനെ എങ്ങനെയാണ് വിശുദ്ധ കിതാബ് എന്ന് വിളിക്കുക? ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അക്ഷരം, അതല്ലെങ്കിൽ മുഹമ്മദ്, ഇങ്ങനെ 4 അക്ഷരം അദ്ദേഹം കൂട്ടിച്ചേർത്ത് ആ 4 അക്ഷരം അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തി. നമ്മൾക്കറിയാം, ഇപ്പൊ ശിവനായാലും ജോസഫ് ആയാലും യേശു ആയാലും ഈശോ ആയാലും ഇങ്ങനെ ഒരുപാട് പേരുകൾ. ഈ പേരുകളെല്ലാം ഹിന്ദു ദൈവങ്ങൾ, ക്രിസ്ത്യൻ ദൈവങ്ങളുടേതാണ്. അത് ഞങ്ങളുടെ ദൈവങ്ങളെ അധിക്ഷേപിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരിക്കലും ഒരു മനുഷ്യന്റെ കയ്യോ കാലോ എതിർദിശയിൽ വെട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവിത അവസാനം വരെ ആ നൊമ്പരത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി, എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ദൈവത്തിന് വേണ്ടി ഒരിക്കലും വെട്ടില്ല എന്നുള്ളത് 150% ഉറപ്പാണ്. അതേ ഒരേ ഒരു കൂട്ടരെ ചെയ്യുകയുള്ളൂ. ഇവിടെ നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന വിഭാഗം ഉണ്ട് എന്നാണല്ലോ ഇവിടുത്തെ. എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നല്ല മുസ്ലിം മേനി നടിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ജോസഫ് മാഷിന്റെ ഈ കൈകാലുകൾ വെട്ടിയതിനെതിരെ, നമ്മൾ രാജ്യത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ, ഈ പറയുന്ന ലോകത്താകമാനം സമാധാനം നശിപ്പിക്കുന്ന മുസ്ലിം തീവ്രവാദത്തിനെതിരെ ആരെങ്കിലും ശബ്ദിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ നമ്മൾ കാണുക? ഇസ്ലാമിക കൊടും ഭീകരന്മാരായിട്ടുള്ള ഏതൊക്കെ ഭീകരന്മാർ ചത്തു തുലഞ്ഞിട്ടുണ്ടോ ആ ഭീകരന്മാരുടെ ചിത്രമൊക്കെ ആരാധനയോടെ തങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയ്ക്കും തങ്ങൾ ഓടിക്കുന്ന ടിപ്പർ ലോറിക്കും ഒക്കെ പിറകിലും സൈഡിലും ഒക്കെ അലങ്കരിച്ച് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ലോകത്തോട് ആഹ്വാനം ചെയ്യുന്ന കേരള മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇവരിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക? ചീത്തവരും നല്ലവരും ഉണ്ട് എന്ന വിഭാഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചീത്ത മുസ്ലിങ്ങൾ ഇവരാണ്, ഇവർ ഇതാണ് ചെയ്യുന്നത്, ഇതിന് ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് പബ്ലിക്കിൽ വന്ന് പ്രതികരിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ തയ്യാറാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാണുന്നത് വരെ ഈ 2 വിഭാഗങ്ങൾ ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു മദ്രസ പൊട്ടന്മാർ മാത്രമേ ഉള്ളൂ. മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, ഭീകരത മാത്രം പഠിച്ചിട്ടുള്ള, ആ ഭീകരത കിതാബിനെ വിശുദ്ധ കിതാബ് എന്ന് വിളിച്ചുകൊണ്ട് ഇവന്റെയൊക്കെ ഇസ്ലാമിക ശരീയ രാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ അന്യമതസ്ഥനെ വെട്ടിക്കൊലപ്പെടുത്താനും അവന്റെ സ്ത്രീ ജനങ്ങളെ ബലാത്സംഗം ചെയ്യാനും അവന്റെ സ്വത്തുവകകൾ കൊള്ളയടിക്കാനും ഞങ്ങൾക്ക് ഞമ്മന്റെ ദീനായിട്ടുള്ള പടച്ചവൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടത്തെ 1921 നടന്ന മഹാക്രൂര കൃത്യങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി നടക്കുന്ന ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ഓരോ മനുഷ്യരും തലച്ചോറുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. പിന്നെയോ, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നെങ്കിൽ, സംരക്ഷണം കൊടുക്കേണ്ട സമയത്ത് സംരക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, ഈ സഭ ഇന്ന് ജോസഫ് മാഷിനൊപ്പം നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകാലുകൾ വെട്ടപ്പെടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി തോർത്തുമുണ്ട് ഒരു മുഴം തോർത്തിൽ തൂങ്ങി മരിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ക്രൂര പീഡനം ഏൽക്കേണ്ടി വരില്ലായിരുന്നു. ഈ കേരളത്തിനെ ഇസ്ലാമിക ഭീകരന്മാർ കൈകാൽ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭീകരതയുടെ താണ്ഡവമാടിയ നാട് എന്ന പേരുദോഷം വരില്ലായിരുന്നു. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്ന് ഓരോ മനുഷ്യരും ചോദിക്കേണ്ടത് തന്നെയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് വരെ കാത്തിരിക്കുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അത് തന്റെ പ്രശ്നം മാത്രമല്ല, ഈ സമൂഹത്തിന്റെ ഈ ലോകത്തിന്റെ ഒന്നടങ്കമുള്ള പ്രശ്നങ്ങളാണ് എന്ന് മലയാളി ചിന്തിച്ചു തുടങ്ങുന്നു. അന്നു മുതൽ ഈ ഇസ്ലാമിക ഭീകരതയുടെ ഹബ്ബായി മാറിയിട്ടുള്ള ഈ കേരളത്തെ നമുക്ക് ദൈവത്തിന്റെ നാടായിട്ട് വീണ്ടെടുക്കാം എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. എന്തായാലും ജോസഫ് മാഷിന്റെ ഈ വരികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ആളുകളും ചിന്തിച്ചു തുടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.